മുൻപുള്ള 2 വീഡിയോകളിലായിട്ട് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ആണ്. അതായത് ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരുന്നത്, എവിടേക്കാണ് വരുന്നത് എന്നൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫോർ ഫീച്ചർ എന്ന് പറയുന്ന പാർട്ടില്ല, അതിനു മുന്നേ ഉള്ള ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ചെയ്യത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞിരുന്നു. അറിയാത്തവർ അത് പോയി കാണണം. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും അല്ലെ, ആപ്ലിക്കേഷന്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ മണി കൂടെ കിട്ടും. അപ്പം അത് നമ്മൾ കമ്പനി അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങോട്ടോ, ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും, ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ആ മണി ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ മണിയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അക്കൗണ്ടിലോട്ട് കടക്കുമ്പോഴത്തേക്കും നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിലോട്ട് എന്ത് പോകണം, ഈ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിന് ജേണൽ എൻട്രി ആണ് പറയാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണെങ്കിൽ അവിടെ 2 ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ഒന്ന്, ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. 2, ആ ക്യാഷ് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അപ്പം ഇവിടെ ആദ്യം വരുന്നത് ക്യാഷ് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അപ്പൊ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസ്പെക്ടസ് അയച്ചതിന് ശേഷം അവര് ആപ്ലിക്കൻസ് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കമ്പനിക്ക് അയച്ചു തരുന്നു, അതിന്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ മണിയും വരുന്നു. അപ്പോഴാണ് ഈ ജേണൽ എൻട്രിയുടെ പ്രാധാന്യം വരുന്നത്. അപ്പം ആ മണി ആണ് ആദ്യമായിട്ട് ഒരു ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആ കാശ് റിസീവ് ചെയ്യുന്നതാണ്. അപ്പം കാശ് എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം അസറ്റ് ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ക്യാഷ് എന്നല്ല, ബാങ്ക് എന്നാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് ആ ജേണൽ എൻട്രി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ക്യാഷ് ഇങ്ങോട്ട് വന്നല്ലേ, ബാങ്ക് ഇങ്ങോട്ട് വന്നു എന്ന് അങ്ങനെ വിചാരിക്കാം. ഓക്കെ, ബാങ്ക് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആൻഡ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അറിയില്ലേ? ആ റൂള് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ബാങ്ക് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വരുന്നതിന് എന്ത് ബാലൻസാ കൊടുക്കണ്ടേ? ഡെബിറ്റ് ബാലൻസ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം, ബാങ്ക് നമ്മുടെ അസറ്റ് ആണ്, അസറ്റിന് ഏത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ബാങ്കില് മണി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, ബാങ്കിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ആയല്ലേ. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്താ ചെയ്യാ? ഡെബിറ്റ് ആവും അല്ലെ. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്, അസറ്റ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ഡെബിറ്റ് ബാലൻസ് തന്നെ. ഇനി അല്ല, അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്താകും? ക്രെഡിറ്റ് ബാലൻസ് ആകും. അപ്പൊ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ ബാങ്ക് നമ്മൾ കാശ് അങ്ങോട്ട് അടയ്ക്കുകയാണെങ്കിൽ എന്താ, അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, കാശ് അങ്ങോട്ട് പോയി, അപ്പൊ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ഷെയർ ആപ്ലിക്കേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഏത് പ്രോസസ്സിൽ കൂടെയാണോ നമുക്ക് കാശ് കിട്ടുന്നത്, അതായത് ഏത് സ്റ്റെപ്പാണ്, ഇനി അലോട്ട്മെന്റ് വരാം, ഫസ്റ്റ് കോൾ വരാം, സെക്കൻഡ് കോൾ വരാം, ഏത് സ്റ്റെപ്പിൽ കൂടെയാണോ നമുക്ക് കാശ് റിസീവ് ചെയ്യുന്നത് ആ പ്രോസസ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. നറേഷൻ ഉണ്ട്. എമൗണ്ട് റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോർ എത്ര ഷെയർസ് ആണോ അത്ര. ഇപ്പൊ 2000 ഷെയർസ് ആണ്, 2000 ഷെയർസ് 2000 ഷെയർസ് അറ്റ് റുപ്പീസ്. ഫേസ് വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. ₹10 പെർ ആകാം, 100 പെർ ഷെയർ ആകാം, അതായത് ഒരു ഷെയറിന് 100 വെച്ചാകാം, അല്ലെങ്കിൽ 10 വെച്ചാകാം, അതായിരിക്കും അവിടെ കൊടുക്കേണ്ടത്. നറേഷൻ കൊടുത്തതിന് ശേഷം ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് കാശ് റിസീവ് ചെയ്തു, അതിനി എങ്ങോട്ട് മാറ്റണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു കാശ് വരുന്നത് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റും. അതോടൊപ്പം തന്നെ ഈ എമൗണ്ട് ആപ്ലിക്കേഷൻ മണി എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലാണ് അല്ലെ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ തിയറി ആദ്യം നോക്കണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇത് നമുക്ക് മറന്നുപോയില്ല, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. അപ്പൊ ഷെയർ ആപ്ലിക്കേഷനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ആദ്യം നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷന് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്തിരുന്നു. ഇനി ആ ഷെയർ ആപ്ലിക്കേഷനെ ക്രെഡിറ്റ് ചെയ്തതിന് ഡെബിറ്റ് ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഷെയർ ക്യാപിറ്റലിന് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്?
ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലൈബിലിറ്റി ആണ് അല്ലെ, ഓണേഴ്സിന് കൊടുക്കാനുള്ളത് തന്നെയാണ്. ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, അപ്പൊ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ബാലൻസ് വരണം? ക്രെഡിറ്റ് ബാലൻസ് വരണം. ലൈബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് വരണം. ഇത് എങ്ങനെയും അക്കൗണ്ടിങ് റൂൾസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിച്ച് ജേണൽ എൻട്രി എഴുതാം. പ്രധാനം എന്താ, ജേണൽ എൻട്രി കറക്റ്റ് ആയിരിക്കണം. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഷെയർ ആപ്ലിക്കേഷന് മണി റിസീവ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തതിനെ നേരെ ഡെബിറ്റ് ചെയ്യാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഏത് പ്രോസസ്സിൽ കൂടെയാണോ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കിട്ടിയത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും എൻട്രി വരുന്നത് ആ പ്രോസസ്സിനെ നേരെ ഡെബിറ്റ് ചെയ്യുക. എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഷെയർ ക്യാപിറ്റലിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റും ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നാണ്. അതായത് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി നടക്കുന്നത് കമ്പനി ഫിനാൻഷ്യലി വെൽ മാനേജ്ഡ് ആണെങ്കിൽ, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നല്ലൊരു പേരുള്ള കമ്പനിക്കൊക്കെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അത്രയും ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് കരുതി കമ്പനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ കമ്പനിക്ക് ഏതൊക്കെ പല ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ മെത്തേഡ്സ് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മുഴുവനായിട്ട് എത്രത്തോളമാണ് അഡീഷണൽ ആയിട്ട് കിട്ടിയത്, അപ്പൊ അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളമാണ് കിട്ടിയത് അത് മുഴുവനായിട്ട് റിജക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു 20,000 ഷെയർസ് ആണ് ഇൻവൈറ്റ് ചെയ്തത്, 5,000 ഷെയർസോളം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു. അപ്പൊ അവിടെ എന്താ, ഈ 5,000 കമ്പനി എന്ത് ചെയ്യുന്നു? ഫുള്ളി റിജക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി എന്താന്ന് നോക്കാം. ആദ്യം 25,000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി കിട്ടി എന്ന് നമ്മൾ ജേണൽ എൻട്രിയിൽ കാണിക്കണം. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ മുൻപ് പറഞ്ഞ ജേണൽ എൻട്രി തന്നെ. അവിടെ എത്രയും ഷെയർസിന്റെ കാണിക്കണം, 25,000 ഇൻറ്റു എത്രയാണോ അതിന്റെ ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പൊ 2 ആകാം 3 ആകാം, അത് എത്ര ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ 25,000 ഇൻറ്റു അത് ആ ഒരു എമൗണ്ട്, ഇപ്പൊ 2 ആണെങ്കിൽ 2 എന്നുള്ളതിൽ മുഴുവൻ 50,000 വരും അങ്ങനെയാണെങ്കിൽ. അപ്പൊ 50,000 രൂപയും എന്തിൽ കാണിക്കണം? ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കാണിക്കണം ടു ഷെയർ ആപ്ലിക്കേഷൻ. ഏത് പ്രോസസ്സിൽ കൂടെ കിട്ടിയത്? ഷെയർ ആപ്ലിക്കേഷൻ. ഇനി ആ ഷെയർ ആപ്ലിക്കേഷൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ക്യാപിറ്റലിലോട്ട്. നേരത്തെ വരുന്ന അതേ എൻട്രി തന്നെ. അപ്പം അവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഷെയർ ആപ്ലിക്കേഷൻ്റെ അവിടെ കാണിക്കേണ്ടത് മുഴുവൻ എമൗണ്ട് 25,000 ഷെയർസിന്റെയും എമൗണ്ട് കാണിക്കണം. ഇനി അടുത്ത് ക്രെഡിറ്റിലോട്ട് വരുമ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ഷെയർ ക്യാപിറ്റലിലോട്ട് എത്രയേ പോകാൻ പാടുള്ളൂ? 20,000 ഷെയർസിന്റെ എമൗണ്ട് മാത്രമേ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോകാൻ പാടുള്ളൂ. ബാക്കി 5,000 ഷെയർസ് എന്താ ചെയ്യുക? റിജക്ട് ചെയ്യുക, ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുക പബ്ലിക്കിന്. അപ്പം ടു ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് വീണ്ടും കാണിക്കുക. അതായത് 2 സാധനത്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, ടു ബാങ്ക് അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യും. അപ്പം ഇവിടെ വരുന്നത് ശരിക്കും റിജക്ഷന്റെ ജേണൽ എൻട്രി എന്താ? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. ഏത് പ്രോസസ്സിൽ നിന്നാണോ കിട്ടിയത് അതിനെ ആദ്യം ഡെബിറ്റ് ചെയ്യുന്നു, പിന്നീട് അതിനെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് ആദ്യം ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് റിസീവ് ചെയ്തു എന്ന് പറയുന്ന ജേണൽ എൻട്രീനെ നേരെ തിരിച്ചിടുന്നു. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ജേണൽ എൻട്രീനെ നേരെ തിരിച്ചിടുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവിൽ പറഞ്ഞിരിക്കുന്നത് ഈ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയർ ആപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റിലോട്ട്, അടുത്ത പ്രോസസ്, ഷെയർ ആപ്ലിക്കേഷന്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ആണ്. ആ പ്രോസസ്സിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി ആ പ്രോസസ്സിൽ, അതായത് അലോട്ട്മെന്റിന്റെ സമയത്ത് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ എമൗണ്ട്, എക്സസ് ആയിട്ട് കിട്ടിയ ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് മാത്രം റിസീവ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രോറേറ്റ അലോട്ട്മെന്റ്. അതായത് എക്സസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റ് പ്രോസസ്സിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് പ്രോറേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ജേണൽ എൻട്രി നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിക്കേ, 20,000 ഷെയർസ് ഇൻവൈറ്റ് ചെയ്തു, 25,000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ കിട്ടി, ബാക്കി എന്താ 5,000 ഷെയർസ് എക്സസ് ആയിട്ട് വന്ന 5,000 ഷെയർസ് എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്തു? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ 5,000 ഷെയർസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 5,000 ഷെയർസ് അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം.
ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത് ഈ മണി ഷെയർ ആപ്ലിക്കേഷൻ മണി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതോടൊപ്പം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ അലോട്ട്മെന്റിലോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. എന്തുകൊണ്ടാണ് അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ ഷെയർ അലോട്ട്മെന്റും കൂടെ കയറി വന്നത്. അപ്പം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എത്തി ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുഴുവൻ 25,000 ഷെയർസിന്റെയും എമൗണ്ട് കാണിക്കണം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ. അതിനുശേഷം ഷെയർ ക്യാപിറ്റൽ വരുമ്പം എന്ത് കാണിച്ചാൽ മതി? ആ 20,000 ഷെയർസിന്റെ മാത്രം കാണിച്ചാൽ മതി. അതായത് എത്രയാണോ കമ്പനി ഇൻവൈറ്റ് ചെയ്തത് ആ ഷെയർസിന്റെ മാത്രം കാണിച്ചാൽ മതി അവിടെ ഷെയർ ക്യാപിറ്റലില്. അതിനുശേഷം ഷെയർ അലോട്ട്മെന്റ് വരുമ്പോൾ എത്രയാണ് കാണിക്കേണ്ടത്? എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയർസിന്റെ എമൗണ്ട്. ഇവിടെ എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് എത്രയാ? 5,000 ആണ് അല്ലെ. ആ 5,000 ഷെയർസിന്റെ വാല്യൂ മാത്രം ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലോട്ട് കാണിക്കണം. ഇനി അടുത്ത പ്രോസസ്സ് വരുമ്പോഴത്തേക്കും ഷെയർ അലോട്ട്മെന്റ് പ്രോസസ് ആണ്. അപ്പം ഇനി വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെന്റ് എമൗണ്ട് ഡ്യൂ ആയി എന്ന് പറയുന്ന ജേണൽ എൻട്രി ആണ്. അതിനുശേഷം എമൗണ്ട് റിസീവ് ചെയ്തു. അപ്പൊ ഡ്യൂ ആകുമ്പോഴത്തേക്കും 20,000 ഷെയർസും ഡ്യൂ ആണ്. 20,000 ഷെയർസിന്റെ വാല്യൂം ഡ്യൂ ആയിട്ട് കാണിക്കണം നമ്മൾ എമൗണ്ട് കാണിക്കുമ്പോഴത്തേക്കും. അതിനുശേഷം ബാങ്ക് എന്ന് പറയുന്ന റിസീവ് ചെയ്തു എന്ന് പറയുന്ന ജേണൽ എൻട്രിയിൽ എത്ര കാണിച്ചാൽ മതിയാകും? ആ 5,000 ഷെയർസിന്റെ വാല്യൂ കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് മാത്രം റിസീവ് ചെയ്താൽ മതി. അതായത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ജേണൽ എൻട്രിയിൽ ഈ 5,000 ഷെയർസിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമുള്ള എമൗണ്ട് കാണിച്ചാൽ മതി. ആ നറേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. അലോട്ട്മെന്റ് മണി റിസീവ്ഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ദ എമൗണ്ട് ഓൾറെഡി റിസീവ്ഡ് ആസ് എക്സസ് ആപ്ലിക്കേഷൻ മണി. എക്സസ് ആയിട്ട് മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒന്ന്, കുറച്ച് ഭാഗം, അതായത് എക്സസീവ് ആയിട്ട് വന്നിട്ടുള്ള ഷെയർസിന്റെ കുറച്ച് ഭാഗം റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് ഭാഗം പ്രൊറൈറ്റ അലോട്ട്മെന്റ് ഉപയോഗിച്ച് അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതാണ് തേർഡ് ഓൾട്ടർനേറ്റീവ്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് 10,000 ഷെയർസ് ആണ് കമ്പനി ഇൻവൈറ്റ് ചെയ്തത്. 15,000 ഷെയർസ് കിട്ടി, ആപ്ലിക്കേഷൻസ് കിട്ടി. അതുപോലെ തന്നെ 2,500, അതായത് 5,000 ഷെയർസ് എക്സസ് ആയിട്ട് വന്നല്ലേ, അതിൽ 2,500 ഷെയർസ് റിജക്റ്റ് ചെയ്തു. ബാക്കി 2,500 ഷെയർസ് പ്രൊറൈറ്റ അലോട്ട്മെന്റ് വെച്ച് ഇനി അലോട്ട്മെന്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏത്? 2,500 വെച്ച്. അപ്പം 2,500 വെച്ചിട്ട് റിജക്റ്റും ചെയ്യുന്നുണ്ട്, പ്രൊറൈറ്റ അലോട്ട്മെന്റും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ എൻട്രി എങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് നമ്മൾ ജേണൽ എൻട്രി കാണുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തൊക്കെ വരും എന്ന്. അതിനുശേഷം എൻട്രി എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. എത്ര ഷെയർസിന്റെ ആണ്? 15,000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണിയാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പം ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് 15,000 ഷെയർസ് ആസ് പെർ ഷെയറിന്റെ റേറ്റ് അനുസരിച്ച്, അതായത് 15,000 ഇൻറ്റു റേറ്റ്. അപ്പം അതിന്റെ നറേഷൻ നോക്കുക. മണി റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോർ 15,000 ഷെയർസ് അറ്റ് റുപ്പീസ് ഡാഷ് പെർ ഷെയർ. അപ്പോൾ അത് നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഡാഷ് പെർ ഷെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എൻട്രി എന്തായിരിക്കും? ഈ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതോടൊപ്പം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? പ്രൊറൈറ്റ അലോട്ട്മെന്റും ഉണ്ട് അല്ലേ. ഈ എൻട്രി വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആവുന്നുണ്ട് ആപ്ലിക്കേഷൻ മണി. ഒന്ന്, ഷെയർ ക്യാപിറ്റലിലോട്ട് പോകും. 2, ഷെയർ അലോട്ട്മെന്റിലോട്ട് പോകും. പ്രൊറൈറ്റ അലോട്ട്മെന്റ് വെച്ച് 2,500 ഷെയർസിന്റെ വാല്യൂ എങ്ങോട്ട് പോകും? ഷെയർ അലോട്ട്മെന്റിലോട്ട് പോകും. അതോടൊപ്പം തന്നെ 2,500 ഷെയർസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര ഷെയർസിന്റെ വാല്യൂ അങ്ങോട്ട് പോകേണ്ടത്? 10,000 ഷെയർസിന്റെ. അപ്പൊ 10,000 ഷെയർസ് ആണ് കമ്പനി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 10,000 ഷെയർസിന്റെ എമൗണ്ട് ആണ് ഷെയർ ക്യാപിറ്റലിലോട്ട് പോകേണ്ടത് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എത്രയായിരുന്നു? 2,500 ഷെയർസ്. അപ്പൊ അതിന്റെ വാല്യൂ ഷെയർ അലോട്ട്മെന്റിലോട്ട് പോകും. ഇനി ടു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പൊ റിജക്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എത്രയാണ് വരുന്നത്? രൂപ എത്രയായിരിക്കും വരുന്നത്? 2,500 ഷെയർസിന്റെ വാല്യൂ ആയിരിക്കും ബാങ്ക് എന്ന് പറയുന്ന കോളത്തിൽ എൻട്രി ഒക്കെ കഴിഞ്ഞല്ലേ. ഇനി അടുത്തത് അലോട്ട്മെന്റിന്റെ കാര്യമാണ്. അലോട്ട്മെന്റിന്റെ കേസിൽ വരുമ്പം ആദ്യം ഡ്യൂ ആയി എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആദ്യം ഡ്യൂ ആയതിന്റെ ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്. അതിനുശേഷമാണ്
റിസീവ് ചെയ്തു, മണി റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് അറിയിക്കുകയാണ്. നിങ്ങളുടെ ഡ്യൂ ആയിട്ടുണ്ട്, അല്ല അലോട്ട്മെന്റ് മണി തരേണ്ട സമയമായിട്ടുണ്ട്, കോൾ മണി തരേണ്ട സമയമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി അതിൻ്റെ ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുന്ന ഒരു സ്റ്റേജാണ് ഡ്യൂ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഏത് പ്രോസസ്സാണോ ഇനി ചെയ്യാനുള്ളത്, അതായത് അലോട്ട്മെന്റ് ആണെങ്കിലും കോൾ ആണെങ്കിലും അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതോടൊപ്പം ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതെങ്ങോട്ടാണ് പോകേണ്ടത്? ഷെയർ ക്യാപിറ്റലിന്. ക്യാപിറ്റലിന് ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. ഷെയർ അലോട്ട്മെന്റിനെ എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അവർ നമുക്ക് കാശ് തന്നിട്ടില്ല അല്ലേ, കാശ് തരുന്നിടം വരെ അവർ നമ്മളുടെ ഡെപ്റ്റേഴ്സ് ആണ്. അങ്ങനെ ആലോചിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ അതല്ല, ഇനി കാശ് തന്നതിന് ശേഷം അവരെ നമ്മൾ എന്താ ക്രെഡിറ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അപ്പോൾ അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പം ആദ്യം ഡ്യൂ ആകുമ്പം ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പം എത്രയാ അലോട്ട്മെന്റ് ഡ്യൂ ആകുന്നത്? എത്രയാ? 10,000 ഷെയർസിന്റെ എമൗണ്ട് ആണ് ഡ്യൂ ആകുന്നത്. ശ്രദ്ധിക്കണം, 10,000 ഷെയർസിന്റെ, 15,000 അല്ല, 12,500 അല്ല, 10,000 ഷെയർസിന്റെ മാത്രമാണ്. എത്രയാണോ കമ്പനി ഇൻവൈറ്റ് ചെയ്തത് അത്രയും ഷെയർസിന്റെ എമൗണ്ട് മാത്രമാണ് ഡ്യൂ ആകുന്നത്. ഇനി അടുത്തത് മണി റിസീവ് ചെയ്യുന്നതിന്റെ എൻട്രി എഴുതാം. മണി റിസീവ് ചെയ്തു, അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു എന്ന് പറയുന്ന എൻട്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര രൂപ അവർ റിസീവ് ചെയ്താൽ മതിയാകും? ഓൾറെഡി നമ്മൾ അലോട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ മണി അല്ലേ. ആപ്ലിക്കേഷൻ മണി 2,500 ഷെയർസിന്റെ വാല്യൂ നമ്മൾ ഷെയർ അലോട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മണി നമ്മൾ കുറച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് മാത്രം റിസീവ് ചെയ്താൽ മതി. എത്ര ഷെയർസ് ആണ് അപ്പോൾ അവിടെ വരുന്നത്? മുഴുവനും 10,000 ഷെയർസ്. 10,000 ഷെയർസിന്റെ വാല്യൂവിൽ നിന്ന് ആദ്യം നമ്മൾ എത്ര ഷെയർസ്? 2,500 ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഷെയർസ് അല്ല, ഷെയർസിന്റെ വാല്യൂ നമ്മൾ ഷെയർ അലോട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അത് കുറച്ചതിന് ശേഷം മാത്രമുള്ള വാല്യൂ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് കാണിച്ചാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ എൻട്രിയും നാലാമത്തെ എൻട്രിയുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്.